നമസ്കാരം. നമുക്കിന്ന് നിലവിളക്ക് കൊളുത്തേണ്ട വിധം നോക്കാം. ഗൃഹത്തിൽ വിളക്ക് വയ്ക്കുമ്പോൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമായി ഈ രണ്ട് തിരികൾ വീതമാണ് ഇടേണ്ടത്. നമസ്തേ പറയുമ്പോൾ നാം കൈകൾ ചേർത്ത് പിടിക്കുന്നത് പോലെ തിരികൾ ചേർത്ത് വെച്ചിട്ടാണ് വിളക്കിലിടേണ്ടത്. തിരികൾ വേർപെട്ടോ കൂടിപ്പിണഞ്ഞോ കിടക്കരുത്. നനവുള്ള തിരി കത്തിച്ച് ദീപം പൊട്ടിത്തെറിക്കാൻ ഇടയാകരുത്. വറുത്ത ശേഷമുള്ള എണ്ണ, വെള്ളം കലർന്ന എണ്ണ, മൃഗക്കൊഴുപ്പുകളിൽ നിന്നെടുത്ത എണ്ണ, റിഫൈൻഡ് ഓയിലുകൾ ഇവയൊന്നും നിലവിളക്കിൽ ഉപയോഗിക്കരുത്. പ്രാണികളും മറ്റും ചത്തുകിടന്നതും മുടിയിഴകൾ കെട്ടുപിണഞ്ഞു കിടന്നതും അശുദ്ധമായ എണ്ണയും വർജിക്കണം. എള്ളെണ്ണയാണ് ഗൃഹത്തിലേക്ക് ഉത്തമം. സന്ധ്യാദീപം കണ്ടാലുടൻ തന്നെ എഴുന്നേറ്റ് നിന്ന് തൊഴുത് ഇങ്ങനെ പ്രാർത്ഥിക്കുക: ശിവം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമ ദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. സന്ധ്യ കഴിഞ്ഞാൽ വിളക്കണയ്ക്കാം. വസ്ത്രം ഉപയോഗിച്ച് വീശിക്കെടുത്തുകയാണ് ഉത്തമം. ഊതിക്കെടുത്തുകയോ തിരികൾ എണ്ണയിലേക്ക് തള്ളിയിട്ട് അഗ്നിയെ മുക്കിക്കെടുത്തുകയോ ചെയ്യരുത്. എണ്ണ വറ്റി വിളക്ക് കരിന്തിരി അല്ലെങ്കിൽ പടുതിരി കത്താൻ അനുവദിക്കരുത്. മംഗള അവസരങ്ങളിൽ മാത്രം 5 അല്ലെങ്കിൽ 7 തിരികളിട്ട് വിളക്ക് കത്തിക്കാം. അങ്ങനെ കൊളുത്തുമ്പോൾ ആദ്യം കിഴക്കോട്ടുള്ള തിരി കത്തിച്ച് തുടർന്ന് പ്രദക്ഷിണമായി മറ്റു തിരികൾ കത്തിക്കാവുന്നതാണ്. തുടച്ചു വൃത്തിയാക്കിയ വിളക്ക് സന്ധ്യയ്ക്ക് കത്തിക്കാവൂ. അടുത്ത പ്രഭാതത്തിൽ തലേന്നു കത്തിച്ച വിളക്ക് തന്നെ കത്തിക്കാം. നന്ദി.